വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പുളിഞ്ചിക്ക അച്ചാറാണ്. ചൂടുവെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്ത പുളിഞ്ചിക്കയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ചുമന്ന മുളക്, ഉണക്കമുളക്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഉലുവാപ്പൊടി, മുളക് പൊടി, പിന്നെ കായം. ഇതിനായി നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ആകാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നമുക്ക് ഇത് നന്നായി വഴറ്റി കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതൊന്നും ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് തീ ലോ ഫ്ലെയിമിൽ ഇടാം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടാം. ഇനി നമുക്കൊന്ന് മുളക് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇതിന്റെ പച്ചമണം മാറുമ്പോൾ അതിലോട്ട് നമുക്ക് ഉലുവാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ 1.5 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇതിലോട്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് കരിവേപ്പിലേക്ക് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അല്പം കായം ഇട്ട് കൊടുക്കാം. നമ്മുടെ അച്ചാർ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വേവിച്ച് വെച്ചേക്കുന്ന പുളിഞ്ചിക്ക ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ നേരത്തെ ഉപ്പിട്ട് വെച്ചിരുന്നതാണ്. നന്നായി നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ആ ഗ്രേവി പുളിഞ്ചിക്കയിൽ നന്നായിട്ട് പിടിക്കാൻ നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വറ്റുന്നത് വരെ നമുക്ക് പിടിക്കാം. അടിയിൽ പിടിക്കാതിരിക്കാൻ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാവുന്നതാണ്. നമ്മുടെ പുളിഞ്ചിക്ക അച്ചാർ ഏകദേശം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ പുളിഞ്ചിക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സ്വാദിഷ്ടമായ പുളിഞ്ചിക്ക അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ പച്ചയ്ക്ക് വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നല്ലൊരു വിഭവമാണ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ബെൽ ബട്ടൺ അമർത്തുക.